അവള് വിളിച്ചപ്പോ അവളുടെ മുറിയിലേക്ക് താനെന്തിനാ പോയെ? അത് മുറിയിൽ ഷീറ്റ് വിരിക്കാൻ പറഞ്ഞു. എടോ, താനാണോ അവൾക്ക് ഷീറ്റ് വെച്ച് കൊടുക്കണ്ടേ? താനാണോ അവൾക്ക് അടുത്ത് ഉറക്കണ്ടേ? താൻ അവൾക്ക് കയ്യും കലുക മസാജ് ചെയ്ത് കൊടുത്തോ? എടോ, കൊടുത്തോന്ന്. അത് പിന്നെ ഒരാൾക്ക് കൈയും കാലം വേദനിക്കുന്നെന്ന് പറഞ്ഞപ്പോ വെറുതെ ഇങ്ങനെ. എടോ, താൻ എന്തിനാണോ അവളുടെ അടിമപ്പണി ചെയ്യുന്നേ? അവൾക്ക് ശരീരം വേദനിക്കുന്നെങ്കിൽ അവളുടെ അമ്മയിലവിടെ, അല്ലെങ്കിൽ ഈ വീട്ടില് വേറെ കുറെ ഉണ്ടല്ലോ, അവരെ വിളിക്കട്ടെ. അതെ, പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം? അതെങ്ങനെയാ ഞാൻ പറ്റില്ല എന്ന് പറയുന്നേ? പറഞ്ഞാൽ എന്താ കുഴപ്പമെന്നാ ഞാൻ ചോദിക്കുന്നേ. കയ്യും കാലും തടവി കൊടുക്കുക, എന്നിട്ട് അവളുടെ മുറിയിൽ പായും പിരിച്ച് കിടക്കുക. അതിപ്പോ ഞാനിവിടെ അങ്ങനെ തന്നെയല്ലേ കിടക്കുന്നത്? എനിക്ക് വരുന്ന ദേഷ്യത്തിന് ഞാൻ എന്താ ചെയ്യുന്നറിയോ? എടോ, താൻ വേറെ എന്തൊക്കെയാ അവളോട് പറഞ്ഞത്? വേറെ എന്തൊക്കെയാ പറഞ്ഞത്? അത് ഞാനും സാറും തമ്മിലുള്ള ബന്ധം എങ്ങനെയാന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് താൻ അതങ്ങ് വിശദീകരിച്ചു കൊടുത്തു അല്ലേ? എടോ, നമ്മുടെ മുറിയിൽ നടക്കുന്നത് നമ്മുടെ പ്രൈവറ്റ് കാര്യങ്ങളാ. എടോ, എവിടുന്ന് വലിഞ്ഞു കയറി വന്ന അവളോട് അതൊക്കെ വിളമ്പേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഞാനും സൂര്യ സാർ തമ്മിൽ ഒന്നുമില്ല, സൂര്യ സാർ കെട്ടിലും ഞാൻ താഴെയാണ് കിടക്കുന്നത്, പറഞ്ഞില്ലേ? അത് പറഞ്ഞതുകൊണ്ട് എന്താ? ഓ, എടോ, നമ്മൾ തമ്മിൽ ഭാര്യ ഭർത്തൃ ബന്ധമില്ലെന്ന് അവൾ അറിഞ്ഞില്ലേ? ഇപ്പോ അവള് മാത്രമാണോ, ഇവിടെയുള്ള എല്ലാവരും അറിഞ്ഞില്ലേ? അതൊരു കുഴപ്പമാണോ? ഓ എന്റെ ദൈവമേ, ഇങ്ങനെ മന്ദബുദ്ധിയായി പോയല്ലോ താൻ. എടോ, എന്നോടൊപ്പം ജീവിക്കുന്നതിൽ താൻ ഹാപ്പിയാണോ? ആണ്. ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ എനിക്ക്? അപ്പൊ പിന്നെ നിങ്ങളുടെ ജീവിതം എങ്ങനെ പോകുന്നു അവള് ചോദിച്ചപ്പോ നന്നായിട്ട് പോകുന്നു അങ്ങ് പറഞ്ഞാ പോരെ? അത് മതിയായിരുന്നല്ലേ? എനിക്കെന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അവള് നമ്മുടെ ജീവിതത്തെ ചോദ്യം ചെയ്ത്, അത് താൻ കേട്ടില്ലേ? അവള് ചോദിച്ചെന്താണെന്ന് താൻ കേട്ടില്ലെന്ന്. എല്ലാവരുടെയും ഒപ്പം എത്തിക്കും എന്ന് പറഞ്ഞ പെണ്ണിനെ സ്വന്തം കട്ടിലിൽ പോലും കിടത്താത്തവനല്ലേ താനെന്ന്. അതിന് കാരണം ആരാ? ഞാനാണോ? എടോ, ഞാനാണോ ഒന്ന്? അതിപ്പോ അങ്ങനെ ചോദിച്ചാ? അതെ, ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് മുതൽ ഈ പായോടെ കാണാൻ പാടില്ല. അയ്യോ സർ, അയ്യോ സർ, അപ്പൊ ഞാൻ വേറെ എന്താ കിടക്കാനോ? അതാണോ ഞാനിപ്പോ തന്നോട് പറഞ്ഞത്? ഇന്ന് മുതൽ താൻ ഈ കട്ടിലില് എന്റെ കൂടെ കിടക്കേണ്ടത്. എന്തോന്ന് അയ്യോ? കിടക്ക. എടോ, മര്യാദയ്ക്ക് വന്ന് കട്ടിലേക്ക് കിടക്കാൻ പറഞ്ഞു കേട്ടില്ലേ? കിടക്കോ? ഇല്ല സർ, ഞാനിനി ആരോട് ഇതൊന്നും പറയാതിരുന്നാ പോരെ? ഞാനൊരു കാര്യം തീരുമാനിച്ച അത് നടന്നിരിക്കണം. ഇരിക്കാൻ കിടക്ക. കിടക്കാൻ. ഇനി ഇവിടെയാ തന്റെ സ്ഥാനം. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചാണ് കിടക്കേണ്ടത്, ഒരു കട്ടിലില്ല. ആണോ? വെല്ലുവിളിച്ചവർക്കൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തോളാം. ഇന്ന് മുതൽ എന്തൊക്കെ മാറ്റങ്ങളാ തന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നെന്ന്. ആദ്യം നാളെ രാവിലെ ഈ പായെടുത്ത് കത്തിച്ചളഞ്ഞേക്കണം. ഇനി അത് ഈ മുറിയിൽ കണ്ടുപോരുത്, മനസ്സിലായോ? കിടന്നോ. നന്ദിനി, എന്താ സർ ഇവിടെ കിടക്കണ്ടേ? എടോ, അതാണോ ഞാനിപ്പോ പറഞ്ഞത്? നാളെ മുതൽ താൻ ഈ കുടുംബത്തിൽ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല, അത്ര തന്നെ. അതെങ്ങനെയാ? അതെ, ഈ വീട്ടിനകത്തുള്ള പെണ്ണുങ്ങൾ രാവിലെ എഴുന്നേറ്റ് എപ്പോഴാണോ താഴെ വരുന്നത്, അവരെന്തൊക്കെയാണോ ചെയ്യുന്നത് അത് മാത്രം താനങ്ങ് ചെയ്താൽ മതി. അപ്പൊ അടുക്കളയിലോ? അടുക്കള പണിക്കാ രാജു എന്ന് പറഞ്ഞ ആളെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. മറ്റെല്ലാവർക്കും കൊടുക്കുന്ന പോലെ രാജുവേട്ടൻ തനിക്ക് കോഫി ഉണ്ടാക്കി കൊണ്ട് തരും. മറ്റെല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെ രാജുവേട്ടൻ തനിക്കും ഭക്ഷണം തരും. അതെ, കോഫി കുടിച്ചാലും ഭക്ഷണം കഴിച്ചാലും മറ്റുള്ളവർ അവരുടെ മുറിയിലേക്ക് തിരിച്ചു പോകുന്നത് പോലെ
താൻ ഈ മുറിയിലേക്ക് തിരിച്ചു വന്നിരിക്കണം. ആ, താൻ ഈ മുറിക്കകത്ത് തന്നെ കാണണം. എടാ, മനസ്സിലായോന്ന്? ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാ കാണിച്ചു തരാ ഞാൻ. കിടക്കാൻ കൊടുക്കും.